പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന ചെങ്കോട്ട പ്രസംഗം അത് ചർച്ച ചെയ്യാൻ അല്പം താമസിച്ചു. മറ്റ് വിഷയങ്ങൾ വന്നതുകൊണ്ടാണ്. അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. അതിന് കാരണവുമുണ്ട്. തൻ്റെ ട്രഡീഷണൽ ശൈലിയിൽ നിന്ന് മാറിയുള്ള ഒരു ഉള്ളടക്കമായിരുന്നു. ശൈലി ഏകദേശം അതുപോലെ തന്നെ ശൈലി അദ്ദേഹം മാറ്റിയിട്ടില്ല, പക്ഷേ ഉള്ളടക്കം വല്ലാതെ മാറി. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ എപ്പോഴും അല്ലെങ്കിലും പരാമർശിക്കുമ്പോൾ ശ്രീരാമനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയോധ്യ, രാമക്ഷേത്രം, ശ്രീരാമൻ്റെ ധർമ്മചിന്ത ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശ്രീരാമനെ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കയറി വരുന്നത്. ശ്രീകൃഷ്ണൻ നേരെ ഒരു കഥാപാത്രമായിട്ട് വരുന്നില്ല, പക്ഷേ ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്രം അത് ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ഒരു സുരക്ഷാ കവചമായിട്ട് ഭാരതത്തിന് ഒരായുധം, അതിൻ്റെ പേരാണ് സുദർശന ചക്രം. സുദർശന ചക്രം വിഷ്ണുവിൻ്റെയാണ്, ശ്രീകൃഷ്ണൻ്റെയാണ്. വിഷ്ണുവും അത് പ്രയോഗിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണനും അത് പ്രയോഗിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഒരു അപൂർവമായ സന്ദർഭമുണ്ട്. മഹാഭാരത യുദ്ധം ഏകദേശം തീരാറാകുന്നു. ഭീഷ്മർ വീണു കഴിഞ്ഞു. ശരശയ്യയിലാണ്, രാത്രിയാണ്. ഭീഷ്മരുടെ കാലിൽ ഒരാൾ വന്ന് തൊട്ടു തൊഴുന്നു. ഇരുട്ടായതുകൊണ്ട് നടന്നു വരുന്ന ആളിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാലിൽ തൊട്ടപ്പോൾ ഭീഷ്മർക്ക് മനസ്സിലായി ആളാരാണ്. മാധവ, നീ തന്നെയാണോ എന്ന് ചോദിച്ചു. മാധവൻ പറഞ്ഞു, അതെ. എന്താ ഈ രാത്രിയിൽ? മാധവൻ പറഞ്ഞു, ഭീഷ്മരെ, ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം അറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ, അവസാന വാക്ക് അങ്ങാണ്. അങ്ങയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിഹാസങ്ങളിൽ നിന്നാണ്, ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത്. പക്ഷേ ആ പാഠം പ്രയോഗിക്കേണ്ടത് വർത്തമാനകാലത്താണ്. അപ്പോൾ വർത്തമാന പരിസ്ഥിതിയിൽ ചരിത്രത്തിലെ പാഠം അപ്ലൈ ചെയ്താണ് നമ്മൾ നടപ്പാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാണ് ഞാൻ പലതും ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ തെറ്റാണ് എന്ന് തോന്നിയേക്കാം. ഭീഷ്മർക്ക് കാര്യം മനസ്സിലായി. ഭീഷ്മർ പറഞ്ഞു, മാധവൻ ചെയ്യുന്നത് പലതും ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വരുന്ന തലമുറയ്ക്ക് തെറ്റായ ഉദാഹരണങ്ങളാണ് മാധവൻ കൊടുക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പോയി സംവാദം. ഇതിൽ ഭീഷ്മർ ഇത് പറയാൻ കാര്യം, സുദർശന ചക്രം ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചല്ലോ മഹാഭാരത യുദ്ധത്തിൽ. അത് ഉപയോഗിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. സൂര്യാസ്തമയത്തിന് മുമ്പ് ജയദ്രഥനെ ഞാൻ കൊന്നിരിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പാലിക്കാൻ അർജുനന് സാധിക്കുമോ എന്ന് സംശയമാകുന്നു. നേരം ഉച്ച കഴിഞ്ഞു. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ നിലവെച്ച് നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ വിചാരിച്ചാൽ ജയദ്രഥനെ കൊല്ലാൻ സാധ്യമല്ല സന്ധ്യയ്ക്ക് മുമ്പ്. അപ്പോൾ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം അയച്ച് സൂര്യനെ മറയ്ക്കുന്നു. സന്ധ്യയായി എന്ന് എല്ലാവർക്കും തോന്നത്തക്ക രീതിയിൽ മെല്ലെയാണ് സൂര്യനെ മറയ്ക്കുന്നത്. എത്ര വലിയ കാപട്യമാണെന്ന് ആലോചിച്ച് നോക്കുക. വളരെ പതുക്കെ സന്ധ്യയാകുന്നത് പോലെ സുദർശന ചക്രം മെല്ലെ സൂര്യനെ മറയ്ക്കുന്നു. സന്ധ്യയായി കഴിഞ്ഞു. യുദ്ധം അവസാനിച്ചു. എല്ലാവരും ആയുധം താഴെ വെച്ചു. സുദർശന ചക്രം സൂര്യനെയും കടന്ന് പിന്നെയും പോയി. സൂര്യൻ വീണ്ടും തെളിഞ്ഞു.
മേഘങ്ങൾ വന്ന് മൂടിയിട്ട് പിന്നെ മേഘങ്ങൾ മാറിക്കഴിഞ്ഞ് വീണ്ടും സൂര്യൻ തെളിയുന്ന പോലെ സൂര്യൻ തെളിഞ്ഞു. അർജുനൻ ആയുധം താഴെ വച്ചിരുന്നില്ല, ജയദ്രഥൻ ആയുധം താഴെ വച്ചിരുന്നു. അർജുനൻ ജയദ്രഥനെ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ഇതാണ് മഹാഭാരതത്തിലെ സംഭവം. ഇത് ഭീഷ്മർ അറിയുന്നുണ്ട്. ഭീഷ്മരത് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ചരിത്രത്തിലെ പാഠം വർത്തമാനകാലത്തിൽ പ്രയോഗിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യങ്ങളും കൂടെ നോക്കണം. അധർമ്മികളും ക്രൂരന്മാരും പെരുമാറുന്ന ഈ ലോകത്തിൽ ചിലപ്പോൾ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചില്ല എന്ന് വരും. ശ്രീകൃഷ്ണൻ അവിടെ നിർത്തുന്നില്ല. ശ്രീകൃഷ്ണൻ പറയുന്നു, കലിയുഗത്തിൽ ഇതിലും കഠോരമായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഒറ്റ നോട്ടത്തിൽ അധർമ്മം എന്ന് തോന്നുന്നത് ചെയ്യേണ്ടി വരും, ആത്യന്തികമായിട്ട് ധർമ്മം ജയിക്കാനായി. ധർമ്മയുദ്ധത്തെപ്പറ്റി പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ധർമ്മയുദ്ധത്തിൽ ഇങ്ങനെ നിയമം തെറ്റിക്കാമോ? ധർമ്മയുദ്ധം എന്നല്ലേ പേര്. ധർമ്മയുദ്ധം എന്ന് വെച്ചാൽ ധർമ്മം ജയിക്കാനുള്ള യുദ്ധമാണ്, അല്ലാതെ യുദ്ധധർമ്മം പാലിക്കാനുള്ള യുദ്ധമല്ല. യുദ്ധത്തിൻ്റെ ചിട്ടകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് പാലിക്കാൻ വേണ്ടിയിട്ട് ധർമ്മം എങ്ങനെയെങ്കിലും പോട്ടെ, യുദ്ധത്തിൻ്റെ ചട്ടം തെറ്റരുത് എന്നുള്ള മട്ടിൽ പെരുമാറുന്നത് മണ്ടത്തരമാണ്. ഇത് ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. ഇതുപോലെ എത്രയോ തവണ മഹാഭാരതത്തിലുടനീളം ശ്രീകൃഷ്ണൻ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ആയുധമായ അൾട്ടിമേറ്റ് വെപ്പണായ സുദർശന ചക്രം, അതിൻ്റെ പേര് നമ്മുടെ പ്രൈം ആയുധത്തിന്, 1-ാം നമ്പർ ആയുധത്തിന് കൊടുക്കുന്നതിലൂടെ നരേന്ദ്രമോദി എടുത്ത വിശ്വാസ സംഹിത, ജനങ്ങളോട് പറഞ്ഞ വിശ്വാസ സംഹിത, ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ശ്രീകൃഷ്ണൻ്റെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പാശ്ചാത്യർ നമ്മളെക്കാളും മുന്നിലെത്തിയത്? പാശ്ചാത്യർ യേശുക്രിസ്തുവിനെ ആരാധനാ ബിംബമാക്കി, ശ്രീകൃഷ്ണനെ വർക്കിംഗ് മോഡലാക്കി. ഭാരതീയർ ശ്രീകൃഷ്ണനെ ദൈവമാക്കി, യേശുക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കി. ഈ വർക്കിംഗ് മോഡലും നിങ്ങളുടെ ആരാധനാമൂർത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ആരാധനാമൂർത്തിയെ വർക്കിംഗ് മോഡലാക്കിയിരുന്നെങ്കിൽ, ആരാധനാമൂർത്തിയായിരുന്ന കൃഷ്ണനെ വർക്കിംഗ് മോഡലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിനെ വർക്കിംഗ് മോഡലാക്കി. ഇതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ വാക്കുകളോ ഈ ഭാഷയോ അല്ല, അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് ആ നരേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിവേകാനന്ദൻ പറഞ്ഞതനുസരിച്ച് ശ്രീകൃഷ്ണനെ വർക്കിംഗ് മോഡലാക്കുന്നു എന്നതിൻ്റെ ലക്ഷണം ഈ ഓഗസ്റ്റ് 15 പ്രഭാഷണത്തിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത് അളവറ്റ സന്തോഷവും ഉണ്ടാക്കി. മറ്റൊന്ന്, നരേന്ദ്രമോദി പറഞ്ഞത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ പറ്റിയാണ്. ഇത്ര പ്ലെയിനായിട്ട് സാധാരണഗതിയിൽ അദ്ദേഹം പ്രസംഗത്തിൽ പറയാറില്ല. ഇപ്പോൾ അവരെ കണ്ടുപിടിക്കാനും പുറത്താക്കാനും പ്രത്യേകം ഒരു സംവിധാനം ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു പ്രസംഗത്തിൽ. എന്തായിരിക്കും ആ സംവിധാനം എന്ന് അദ്ദേഹം ഒട്ട് പറഞ്ഞിട്ടുമില്ല. ഏതായാലും അങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്നു. അവർ ഗതിയില്ലാഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്നതല്ലേ. ഇവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സേവകരായിട്ട് അവരും കഴിയുന്നതിൽ എന്താ തെറ്റ് എന്ന് സാധുജനങ്ങൾ ചിന്തിക്കും, അല്ലെങ്കിൽ ലളിതബുദ്ധികൾ ചിന്തിക്കും. മനുഷ്യത്വം വേണ്ടേ, അവരും കൂടെ താമസിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ പറയും. വാസ്തവത്തിൽ അവർ താമസിക്കാനല്ല വന്നത്, തുരങ്കം വയ്ക്കാൻ വന്നവരാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ മരുഭൂമിയിൽ മണ്ണ് പോലും വെള്ളമാണ് എന്ന് തോന്നും, അതാണ് മരീചിക. അപ്പോൾ ഇങ്ങനെ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരും പ്രസ്ഥാനങ്ങളും ഒക്കെ ലോകത്ത് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മണ്ണിനെ വെള്ളമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക, മണ്ണിനെ മണ്ണായി തന്നെ കാണുക.
തനിക്ക് മുമ്പിൽ കാണുന്നത് വെറും മരീചികയാണെന്നും അവിടെ വെള്ളമില്ലെന്നും അതിനെ പിന്തുടരുന്നത് മണ്ടത്തരമാകുമെന്നും മനസ്സിലാക്കുക. ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെയും ചാണക്യൻ്റെയും തത്വചിന്തയിലൂടെയാണ് ഇനി ഭാരതം കടന്നു പോകാൻ പോകുന്നത്. അത് വളരെ നല്ലൊരു കാര്യവുമാണ്. സുദർശന ചക്രം വികസിപ്പിക്കാനായിട്ട് 10 വർഷമാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഈ 10 വർഷത്തിനുള്ളിലും ഒരു കൃഷ്ണനീതി ഞാൻ കാണുന്നുണ്ട്. 10 വർഷം എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ആ സുദർശന ചക്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. കാരണം മോദിയുടെ പ്രസംഗം നമ്മുടെ ശത്രു രാജ്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെന്ത് വിചാരിക്കും? 10 വർഷം കഴിഞ്ഞാണ് ഇനിയിപ്പോൾ മോദി സുദർശന ചക്രം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്, 10 വർഷത്തേക്ക് നമുക്ക് കോളാണ് എന്ന് വിചാരിക്കും, ഇല്ലേ? 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കാര്യമായൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും ഒരുപക്ഷെ അവർ ധരിച്ചേക്കാം. അങ്ങനെ ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് 10 വർഷം എടുക്കും എന്ന് പറയുന്നതാണ് കൃഷ്ണനീതി. ചാണക്യൻ്റെ നീതിയും അതുതന്നെയാണ്. ഒരിക്കലും പബ്ലിക് പ്രസംഗത്തിലൂടെ തങ്ങളുടെ ഡിഫൻസ് സീക്രട്ട് ഒരു രാജ്യവും പറയാറില്ല. നോട്ട് ദ ലീസ്റ്റ് നരേന്ദ്രമോദി പറയില്ല. അപ്പോൾ ആ 10 വർഷം എന്ന് പറയുന്നത് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. അത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടതുമാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ, നമ്മൾ തയ്യാർ ചെയ്യുന്ന ആയുധങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ഒരു പ്രധാനമന്ത്രി തന്നെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിലൂടെ നാട്ടുകാരോടും തദ്വാര ലോകത്തോടും വിളിച്ചു പറയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിൽ സത്യവിരുദ്ധവുമായിരിക്കും. സത്യവിരുദ്ധമായ കാര്യം പറയാമോ? പറയാം. കാരണം അത് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് ധർമ്മം. നമ്മൾ ഇത്രയോ കാലം ഇങ്ങനെ നമ്മുടേതല്ലാത്ത പ്രിൻസിപ്പിൾസൊക്കെ, ഫൂളിഷായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, വ്യക്തി ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പിൾസ്, ഇതാണ് രാഷ്ട്രജീവിതത്തിലും എടുക്കേണ്ടത് എന്ന് ധരിച്ച് ജീവിക്കുന്നവരാണ്. വ്യക്തി ജീവിതത്തിൽ ഒരാൾക്ക് അഹിംസാവാദിയായിട്ട് കഴിയാം, ഇല്ലേ? ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും തിരിച്ചുപദ്രവിക്കാതിരിക്കുക, സ്വന്തം വീട് കൊള്ളക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിക്കുക, റോഡിൽ കിടന്നുറങ്ങുക, എവിടെയെങ്കിലും കിടന്ന് മരിക്കുക. ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷഫലങ്ങളോ ഉണ്ടാക്കുന്നൊരു കാര്യമല്ല. അത് അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രജീവിതം അങ്ങനെയല്ല. ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസിൽ കൊണ്ടുപോയി തൊലച്ചു കളയാനുള്ളതല്ല രാഷ്ട്രജീവിതം. അപ്പോൾ വ്യക്തിക്ക് വ്യക്തിയുടെ ധർമ്മം, വ്യക്തിധർമ്മം അയാൾക്ക് അനുഷ്ഠിക്കാം, തെറ്റില്ല. പക്ഷേ അത് രാഷ്ട്രധർമ്മമാണ് എന്ന് വിചാരിച്ചിട്ട് വ്യക്തി ആ ധർമ്മം എല്ലാവരും അനുഷ്ഠിക്കണം എന്ന് പറയുന്നത് ദുശ്ശാഠ്യമാണ്, മണ്ടത്തരമാണ്. അത് ചെയ്തുകൂടാ, അത് ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. ആരെങ്കിലും വരച്ച വര ചെറുതാക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടരുത്. നമ്മുടെ വര വലുതാക്കാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയാൽ മതി. മറ്റുള്ളവരെ എന്ത് പറയുന്നു, എന്ത് ചെയ്തു എന്നൊക്കെ നോക്കി അത് നശിപ്പിക്കാനോ അതിന് എതിര് പറയാനോ ഗുസ്തി പിടിക്കാനോ ഒന്നും പോകാതെ അതിലും മെച്ചപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക, ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. ഇങ്ങനെ ക്രിയാത്മകമായ രീതിയിൽ പൗരന്മാരുടെ മനസ്സുകളെ തിരിച്ചുവിടുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഈ ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി നടത്തിയത്. ഈ ട്രാക്ക് ചേഞ്ച്, ഈ ചുവട് മാറ്റം, ശ്രീകൃഷ്ണനിലേക്കും ചാണക്യനിലേക്കും ഉള്ള ഈ ചുവട് മാറ്റം ഭാരതത്തിന് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു.